ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സുന്ദരി ഓട്ടോയും നെടുമ്പള്ളി വില്ലേജ് ജീപ്പും എല്ലാം ഞാൻ ഉണ്ടാക്കിയത് വാടക വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലും പിന്നെ ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തും ഒക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് മഴ, കൂടുതൽ വെയിൽ വരുന്നതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് വീടുണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു വർക്ക്ഷോപ്പ്, അതിനുള്ള ഒരു സ്പേസും കൂടെ വേണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഏകദേശം എല്ലാ പണികളും തന്നെ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. ആ ഗ്രില്ല് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതും പെയിൻറ്റിങ്ങും എല്ലാം. ഇപ്പോൾ പിള്ളേർക്കും ആ ജസ്റ്റ് പെയിൻറ്റിങ് റോൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യാൻ വളരെ കൊതിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു, അതിൻ്റെ ഒരു എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചാനലിൻ്റെ ഒരു എംബ്ലം റെഡിയാക്കാൻ ആയിട്ട് ഒരു പഴയ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു മൾട്ടിവുഡിൻ്റെ ഒരു പീസ് കുട്ടിയൊക്കെ അടിച്ച് നമ്മൾ ലെവലാക്കി എടുത്തിരിക്കുകയാണ്. പുതിയത് മേടിക്കാനുള്ള കോസ്റ്റ് അവോയ്ഡ് ചെയ്യുവാനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിന് ഭിത്തിയിലേക്ക് പിടിപ്പിക്കാൻ നമുക്ക് വെളിയിൽ നിന്ന് കാണാത്ത രീതിയിലുള്ള ഹുക്ക് ഉണ്ടാക്കണം. ആ ഹുക്ക് ഉണ്ടാക്കാൻ വേണ്ടി റൂട്ടറിൻ്റെ ബിറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു ചെറിയ തിക്നെസ്സിൽ ഒരു രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സൈഡ് വശത്ത് കുറച്ച് ഒരു അകത്തേക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്വയറായിട്ടുള്ള ഒരു പീസ് ഒട്ടിച്ചെടുക്കണം. കാരണം നമുക്ക് ആ ഹുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് റൂട്ടർ വെച്ചിട്ട് തന്നെ ഒരു ചെറിയ ഗ്രൂ അടിക്കുന്നു. എന്നിട്ട് ഇത് ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബോക്സുകൾ ക്ലോസ് ചെയ്യുന്നതിനുള്ളൊരു ക്യാപ്പാണ്. ആ ക്യാപ്പിൻ്റെ പീസാണ് ഈ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഭാഗത്ത് വെച്ച് ഒട്ടിക്കുന്നു. രണ്ട് വശങ്ങളിലും ഇങ്ങനെ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് ക്യൂക്കാണ് ഞാൻ ഒട്ടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒട്ടിച്ച് രണ്ട് വശത്തും നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ബിറ്റിട്ടിട്ട് നമ്മൾ ഹോള് ഇടുന്നു. അതിനുശേഷം ഇനി ഈ കണ്ണാടിയുടെയൊക്കെ പുറകിലുള്ള ഹുക്ക് പോലെ നമ്മളത് ശരിയാക്കി എടുക്കണം. ആണി സ്മൂത്തായിട്ട് കയറാൻ, അതായത് ഈ സ്ക്രൂ നന്നായിട്ട് ഹുക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് വെളിയിലോട്ട് കാണുകയില്ല, അത് ഭിത്തിയിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. പിന്നെ നമുക്കിനി അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഹുക്കിൻ്റെ അളവ് കൃത്യമായിട്ട് നമുക്ക് ആ ഭിത്തിയിലേക്ക് കിട്ടണം. എങ്കിലേ ഡ്രില്ല് ചെയ്ത് അവിടെ സ്ക്രൂ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്രിപ്പ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൽ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ്. അത് ജസ്റ്റ് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഭിത്തിയിൽ വാട്ടർ ലെവൽ അനുസരിച്ച് സെൻട്രൽ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന ഇനിയിപ്പോൾ ആ ഭാഗത്ത് 2 പോയിൻറ്റിലും കറക്റ്റ് ഫെവിക്കോൾ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം എവിടെ ഡ്രില്ല് ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ ആ പോയിൻറ്റിൽ കൃത്യം സെൻട്രൽ നോക്കിയിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണ്. ഡ്രില്ല് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് ആ ബോർഡ് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എടുത്ത് ഹുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഡയറക്റ്റ് വാളിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിനേക്കാളും ഒരു ഭംഗിയായിരിക്കും. നമുക്ക് എടുത്ത് മാറ്റണമെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാതെ രീതിയിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം അത് പുറത്തുനിന്ന് ഒരു ക്ലാമ്പ് ഉണ്ടെന്നോ എങ്ങനെയാണ് അത് ഒട്ടിച്ചേക്കുവാണോ ഇതൊന്നും പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അത് ഭിത്തിയോട് കറക്റ്റ് ചേർന്നാണ് ഇരിക്കുന്നത്. ഇനി ഈ പ്ലെയിനായിട്ടുള്ള നമ്മൾ പുട്ടി അടിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ എംബ്ലം സ്റ്റിക്ക് ചെയ്യുകയാണ്. സ്റ്റിക്കറാണത്. സ്റ്റിക്കർ കട്ടിങ് വഴിയാണത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ വർക്ക്ഷോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോസ് എല്ലാം വർക്ക്ഷോപ്പിൽ നിന്നുമായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും വീണ്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.